ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഭ്യംഗം എന്ന ചികിത്സാ രീതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ആവശ്യമായ എണ്ണ ചൂടാക്കി എടുക്കുന്നു. എണ്ണ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അഭ്യംഗം ആരംഭിക്കുന്നു. അഭ്യംഗം ചെയ്യുന്ന രീതി 7 പൊസിഷനുകളായി തിരിച്ചിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന അഭ്യംഗത്തെ സർവാംഗാഭ്യംഗം എന്നറിയപ്പെടുന്നു. അഭ്യംഗം ചെയ്യുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു, സ്കിൻ ഡിസീസസ് തടയുന്നു, മസിലിൻ്റെയും അസ്ഥികളുടെയും ഹെൽത്തിനെ സഹായിക്കുന്നു, ഉറക്കമില്ലായ്മ തടയുന്നു, നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു, സ്ട്രെസ് നിയന്ത്രിക്കുന്നു, കാഴ്ചശക്തി കൂട്ടുന്നു, ശരീരത്തിലെ വേദനകൾക്ക് ആശ്വാസം ലഭിക്കുന്നു. ഇതുകൂടാതെ തന്നെ അഭ്യംഗം ചെയ്യുന്നതിലൂടെ മറ്റു ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലായി ഒരാളെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ അഭ്യംഗം ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടി എല്ലാ സമയത്തും ശരീരത്തെ ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ സഹായിക്കുന്നു. ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിലെ അഭ്യംഗം മറ്റു മസാജ് പ്രക്രിയകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ശക്തമായ പനി, ഛർദി, വയറിളക്കം, പ്രഗ്നൻസി പീരിയഡ് ഈ സമയത്തൊന്നും അഭ്യംഗം ചെയ്യാറില്ല. രോഗിയുടെ രോഗകാരണമനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്തമമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആയുർവേദ എണ്ണകളായിരിക്കും അഭ്യംഗത്തിന് ഉപയോഗിക്കുന്നത്. സാധാരണയായി നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാവുന്ന എണ്ണകളാണ് എള്ളെണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയവ. അഭ്യംഗം ചെയ്യുന്ന സമയത്ത് കൃത്യമായ ബോഡി പ്രഷർ പോയിൻറ്റ്സ്, സ്ട്രെച്ചിങ്സ് ഇവയെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ശരീരത്തിലെ ഒട്ടുമിക്ക മർമ്മസ്ഥാനങ്ങളും അവയുടെ പൊസിഷനും അറിഞ്ഞിരിക്കണം. സാധാരണയായി 1 മണിക്കൂറാണ് അഭ്യംഗം ചെയ്തു വരുന്നത്. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതത് സമയങ്ങളിൽ ചെയ്തു വരുന്നു. സാധാരണയായി 45-50 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് സ്റ്റീം കൊടുക്കുന്നു. അഭ്യംഗത്തിന് ശേഷം സ്റ്റീം ബോക്സ് എന്ന സംവിധാനത്തിൽ പേഷ്യൻസിനെ ഇരുത്തി ശരീരം മുഴുവനായി വിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമിംഗ് ചികിത്സാ രീതി വരും വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അഭ്യംഗവും സ്റ്റീമിങ്ങും കഴിഞ്ഞതിന് ശേഷം ശരീരം നന്നായി തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കുകയുള്ളൂ. കുളിക്കുന്ന സമയത്ത് ശരീരത്തിൽ സോപ്പ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം അത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നു. സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് ചെറുപയർ പൊടി, കടലപ്പൊടി, മുതിരപ്പൊടി തുടങ്ങിയവ. തല കഴുകുന്നതിനാണെങ്കിൽ ചെമ്പരത്തിത്താളി അല്ലെങ്കിൽ അലോവേറ ജെൽ ഇവ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അഭ്യംഗത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.